ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുന്നതാണ്. ഈ സന്ധ്യാസമയത്തെ വാത്സല്യ സഭയിൽ ഇവിടെ ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെ പ്രിയദാസന്മാരെ പാസ്റ്റർ വിൽസൺ ജോസഫ്, അതുപോലെ തന്നെ റോയ് പാസ്റ്റർ, പാസ്റ്റർ കടന്നു വന്ന ദൈവദാസൻ എല്ലാവരോടും ചേർന്ന് എവിടെയുള്ള അനുഗ്രഹിക്കപ്പെട്ട ദൈവങ്ങളോട് ചേർന്ന് എനിക്കും ഈ ഭാഗ്യ പദവിൽ ഈ ആരാധനയ്ക്ക് മുഴുവൻ ദൈവം സഹായിച്ചോട്ട് നീയോടെ ശ്രദ്ധിക്കുന്നു. കഴിഞ്ഞ വർഷം ഇവിടെ നടന്ന റീച്ചിന്റെ കോൺഫറൻസിൽ അമേരിക്കയിൽ നിന്ന് ചില ബിഷപ്പുമാരുമായി കടന്നു വരുവാൻ എനിക്ക് അവസരം ലഭിച്ചു. ഞാൻ 20 വർഷമായി കൃപയാൽ അമേരിക്കയിലായിരിക്കുന്നു. 1994 തൊട്ട് കർത്താവിന്റെ വേലയിൽ ദൈവം സഹായിച്ചു. 2000 ഇന്ത്യയിലുള്ള ഒരു മാസിഡോണിയൻ കോള് വരെ ഒരു ഇന്ത്യൻ കോള് എനിക്ക് കിട്ടി. ഇന്ത്യയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ നമുക്ക് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലൊക്കെ അവസരം ലഭിച്ചിട്ടുണ്ട്. അതിനുള്ള ബന്ധത്തിൽ ഒരു വർഷത്തിൽ കൃപയാൽ 2 പ്രാവശ്യം എനിക്ക് ഇന്ത്യയിൽ കടന്നു വരുവാൻ കർത്താവ് അവസരം തരുന്ന ആ വരവിലാണ് മടങ്ങി പോകുന്ന വഴിക്ക് ഞാൻ ഇവിടെ കടന്നു വന്നത്. എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കുന്ന കർത്താവിന്റെ വീരദാസൻ ഭാഷകളോട് എന്റെ പ്രത്യേക നന്ദി, സഭയോട് ദൈവദാസന്മാരോട് എന്റെ നന്ദി അറിയിക്കുന്നു. പ്രിയപ്പോൾ കർത്താവിന്റെ ദാസനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ സ്നേഹമാണ് എന്റെ ജീവിതത്തിൽ. വിൽസൺ പാസ്റ്റർ എന്റെ ജീവിതത്തിൽ കാരണം 2 പ്രാവശ്യമായി ഞങ്ങൾ തമ്മിൽ സഹകരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാസ്റ്റർ എന്ന നിലയ്ക്ക് മറ്റൊരു വ്യക്തിക്ക് ചെയ്യുന്ന സേവനങ്ങൾ അതെന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചെയ്തത് വളരെ വലിയതാണ്. പ്രീസറോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഈ പ്രാവശ്യം വന്നപ്പോൾ വളരെ ബിസിയായി വളരെ നല്ല നിലകളിലും നല്ലൊരു സഭയുടെ ശുശ്രൂഷനായിരിക്കുന്ന അദ്ദേഹം എന്നെ വേണ്ട രീതിയിൽ ശുശ്രൂഷിക്കോ കെയർ ചെയ്യേണ്ട ആവശ്യമില്ലെന്ന ബഹുമാനപ്പെട്ട ദൈവദാസന് അതിന് സമയമെടുക്കി എന്നോട് വളരെ സ്നേഹവും പല നിലകളിൽ കൂടെ എന്നെ സഹായിക്കുകയും ചെയ്ത ദൈവദാസന് എന്റെ പ്രത്യേക നന്ദി. തീർച്ചയായും അദ്ദേഹത്തിന്റെ ആ ജീവിതത്തിന്റെ ശൈലി കണ്ടപ്പോൾ പല ദൈവദാസന്മാരെ പ്രൈസിനോട് എനിക്ക് കാണുമ്പോൾ വിൽസൺ പാസ്റ്ററെ സംബന്ധിച്ച് വളരെ ബഹുമാനം തോന്നുന്നു. കാരണം അദ്ദേഹത്തിന്റെ ആ എളിമത്വം, അദ്ദേഹത്തിന്റെ സ്നേഹം, ക്രിസ്തു അദ്ദേഹത്തിൽ കൂടെ എനിക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയുള്ള കർത്താവിന്റെ വലിയ ദാസന്മാരും അതുപോലെ തന്നെയാണ് സൗന്ദര്യമുള്ള അനുഗ്രഹിക്കുന്ന ദൈവദാസന്മാരാണ്. ആ കർത്താവിന്റെ ദാസൻ വിൽസൺ പാസ്റ്ററുടെ അമ്മാമ 3 മക്കളെ കുറിച്ച് ദൈവത്തെ ചിന്തിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ്. നിങ്ങൾക്ക് ഒരു നല്ല ഭാഷണം കിട്ടി. അതുപോലെ തന്നെ ഇവിടെയുള്ള മറ്റ് ദൈവദാസന്മാരും അവിടെ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അവരെ ഓർക്കാൻ ദൈവത്തെ ശ്രദ്ധിക്കുന്ന കാര്യത്തെ ദൈവത്തെ ശ്രദ്ധിച്ചാണ്. ഈ സഭ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയാണ്. ഈ സഭയിൽ കടന്നു വന്നപ്പോൾ സത്യത്തിൽ എന്റെ ഹൃദയം സന്തോഷിക്കാനിടയെ ഒരു ചെറുപ്പക്കാരൻ എന്നുകൊണ്ട് കുഞ്ഞുങ്ങളോട് ഇംഗ്ലീഷിൽ പ്രസംഗിച്ചപ്പോൾ ഇറ്റ് വാസ് എ വണ്ടർഫുൾ മെസ്സേജ്. ഐ വാസ് റിയലി ടച്ച് ബൈ ദ വേർഡ് ഓഫ് ദ ലോർഡ്. ആ വചനങ്ങൾ എന്റെ ഹൃദയത്തിൽ ടച്ച് ചെയ്തു. ഇവിടെ സങ്കീർത്തനം വായിച്ചപ്പോൾ എന്റെ ഹൃദയത്തിൽ ടച്ച് ചെയ്തു. ഇവിടെ ദൈവദാസൻ ശുശ്രൂഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ എന്റെ ഹൃദയത്തിൽ ടച്ച് ചെയ്തു. ഈ സഭ പരിശുദ്ധാത്മാവിൽ ആളുകളെ നടക്കുന്ന ഒരു സഭയാണെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ദൈവത്തിന്റെ സ്തോത്രം. അതിന്റെ സന്തോഷമാണ് നമുക്ക് ലഭിക്കുന്നത്. വളരെ ചുരുങ്ങിയ സമയമുള്ളൂ. എനിക്ക് എന്റെ വൈഫിന്റെ ഒരു സ്ഥിതി 3 കുഞ്ഞുങ്ങളുണ്ട്. വിവാഹം കഴിഞ്ഞ് 7 വർഷം കഴിഞ്ഞാണ് കുഞ്ഞുങ്ങളെ ദൈവം തന്നത്. അപ്പോൾ ദൈവത്തോട് പറഞ്ഞു, കുഞ്ഞുങ്ങളില്ലെങ്കിലും അത്രയും സമയം കർത്താവിന്റെ വേലയ്ക്ക് പ്രയോജനപ്പെടുവാൻ കഴിയുന്നെങ്കിൽ അത് നല്ലതെന്ന് പറഞ്ഞിരുന്നപ്പോൾ 3 കുഞ്ഞുങ്ങളെ ദൈവം തന്നു. അതെ, ദൈവം നല്ലവരാണ്. അതുപോലെ തന്നെ എനിക്ക് നന്ദി പറയേണ്ട ഒരാളുണ്ട്, ജോബച്ചായൻ. അദ്ദേഹം വളരെ സമയമെടുത്ത് വളരെ സൗമ്യമില്ലാത്ത അവസ്ഥയിൽ എന്നോടൊപ്പം ചേരുകയും എന്നെ സഹായിക്കുകയും എന്നെ കൊണ്ടു നടക്കുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രാവശ്യം അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ എന്റെ പ്രത്യേക നന്ദി അറിയിക്കുന്നു. പ്രൈസറോ ഇന്നത്തെ ചിന്തയ്ക്കായി പ്രൈസറോ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം, ദ ബുക്ക് ഓഫ് മാത്യു ചാപ്റ്റർ 6, മത്തായി എഴുതിയ സുവിശേഷം അതിന്റെ 6-ാം അധ്യായം പ്രൈസറോ 9 തൊട്ട് 13 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. പ്രൈസറോ നിങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കും. അതെ, മതി നമ്മുടെ കഥകൾ അടയ്ക്കാം. ഒരു നിമിഷം ഒരു പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്തുതിക്കുന്ന പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തുതിക്കുന്ന സന്ധ്യാസമയം ആരാധിപ്പാൻ ഞങ്ങൾക്ക് കടന്നു വരുവാനുള്ള സഹായിക്കുന്നുണ്ടല്ലോ. ഈ ആരാധന ഇത്രത്തോളം അനുഗ്രഹമായി തരുവാൻ അവിടെ ഞങ്ങളുടെ നടുവിലുണ്ടല്ലോ. സ്തോത്രം കർത്താവ്. അതേ, ഞങ്ങളെ ആരാധനയ്ക്ക് യോഗ്യനായി കടന്നു വന്നല്ലോ കർത്താവെ. ഇന്ന് ഞങ്ങൾക്ക് നല്ല പാട്ടുകൾ പാടി ആരാധിക്കാനും നല്ല വചനങ്ങളൊക്കെ കേൾക്കുവാൻ കർത്താവെ അവിടുന്ന് ബലപ്പെടുത്തുന്ന സ്തോത്രം. ഈ വചനത്തോടെ അടിയോട് സംസാരിക്കണമേ. അതിനെ ബലപ്പെടുത്തണം. എല്ലാവരെയും അനുഗ്രഹിച്ചാണ് മഹത്വമെടുക്കണം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മൾ വായിച്ചത് ഒരു പ്രാർത്ഥനയാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ഭൂമിയിലായിരുന്ന സമയത്ത് തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയാണ് നമ്മൾ വായിച്ചത്. അത് വായിച്ചതിന് ശേഷം ഞാൻ അതിന്
ഇതിനകം അടങ്ങിയിരിക്കുന്ന ചില കാര്യങ്ങൾ പറയുവാൻ ചിലതൊക്കെ ചുരുങ്ങിയ സമയമുള്ളൂ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം എനിക്ക് തന്ന ഒരു ദൂതായതുകൊണ്ട് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഈ വന്ന പ്രാർത്ഥിപ്പിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം. യേശു തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കും, പിതാവിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. അപ്പോസ്തലനായ പത്രോസ് 1 പത്രോസ് ആരും കണ്ടാണ് അതിന്റെ 3-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു. അതിന്റെ അവസാന ഭാഗത്ത് ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിക്കും. കരങ്ങളെ കൊണ്ട് ദൈവത്തെ സ്തുതിക്കാം. യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി നമ്മൾ ഒരിക്കൽ സ്വീകരിച്ചവരാണ്. എന്നാൽ അപ്പോസ്തലനായ പത്രോസ് പറയുന്നു, ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവുമായി വിശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞാൽ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും വിശുദ്ധീകരിച്ചു വെക്കേണ്ട നാമം യേശു ക്രിസ്തുവിന്റെ നാമമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് നിങ്ങൾ സ്ഥാപിക്കേണ്ട വ്യക്തി മറ്റാരുമല്ല, അത് യേശു ക്രിസ്തുവാണ്. ദൈവത്തിന്റെ സ്തോത്രം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു ആരാധനാ പുരുഷനുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തുവാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് സ്നേഹിക്കുവാൻ കഴിയുന്നുവെങ്കിൽ അത് ഏറ്റവും ശ്രേഷ്ഠമായി സ്നേഹിക്കേണ്ടത് യേശുവാണ്. കർത്താവ് ഈ രാത്രിയിൽ നിങ്ങളുടെ ഉള്ളിലേക്ക് തന്റെ ആത്മാവിന്റെ റേഡിയേഷൻ അടിക്കുമ്പോൾ നിങ്ങളുടെ അന്തർഭാഗം എങ്ങനെ ഇരിക്കുന്നു? ദൈവത്തെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിങ്ങൾ വിശുദ്ധീകരിച്ചിട്ടുണ്ടോ? ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഉള്ളിൽ എന്താണുള്ളത്? യേശുവാണ് നമ്മുടെ ഉള്ളിൽ. അത് ആരാധനയ്ക്ക് വന്നിരിക്കുന്നത് നമ്മളിൽ പലപ്പോഴും അന്യചിന്തകളാണ്. നമ്മുടെ ലോകത്തിൽ ആയിരിക്കുമ്പോൾ ആരാധന ഒഴികെയുള്ള സമയങ്ങളിൽ ഭൗമികമായ വിഷയങ്ങൾ ഏർപ്പെടുമ്പോൾ അവിടെയും നമ്മുടെ ഉള്ളിൽ പലതും കടന്നു വരാവുന്ന സാഹചര്യങ്ങളിൽ ഇന്ന് ഈ സന്ധ്യയുടെ യാമത്തിൽ എനിക്ക് നിങ്ങളോട് ആത്മാവിൽ തൊട്ട് പറയുവാനുള്ളത്, നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങളുടെ കേന്ദ്ര ബിന്ദുവായി നിങ്ങളുടെ ജീവിതത്തിന്റെ അന്തർഭാഗത്ത് യേശു ക്രിസ്തു എല്ലാ സമയങ്ങളിലും ഇരിക്കണം. അത് ആരാധനയിൽ വരുമ്പോൾ മാത്രമല്ല, അത് നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ തുറകളിലും എല്ലാ മേഖലകളിലും എല്ലാ സന്ദർഭങ്ങളിലും എല്ലാ സമയങ്ങളിലും നിങ്ങൾ എവിടെയായിരിക്കുമ്പോഴും യേശു നിങ്ങളുടെ ഉള്ളിൽ അവൻ നിങ്ങളുടെ ജീവനായകനായിരിക്കണം, അവൻ നിങ്ങളുടെ പ്രാണപ്രിയനായിരിക്കണം, അവൻ നിങ്ങളുടെ കേന്ദ്രബിന്ദുവായിരിക്കണം, അവൻ നിന്റെ ആരാധന പുരുഷനായിരിക്കണം. അവനായിരിക്കണം നിന്റെ ദൈവം, അവനാണ് നിന്റെ ആരാധനയ്ക്ക് യോഗ്യൻ. കരങ്ങളെ വെച്ച് ദൈവത്തെ സ്തുതിക്കാം. അങ്ങനെ ദൈവത്തെ ഉള്ളിൽ ആത്മാർത്ഥമായി അവനെ അകത്ത് വെച്ചിരിക്കുന്ന വ്യക്തികൾ ഈ ലോകത്തിൽ എന്തു വന്നാലും നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. യേശുവിനെ ഉള്ളിൽ സ്വീകരിച്ച് ഒരിക്കൽ രക്ഷിക്കപ്പെടാണെന്നെങ്കിലും ഹൃദയം ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയി, മറ്റു കാര്യങ്ങളിലേക്ക് ഇറങ്ങിപ്പോയി, ദൈവത്തിൽ നിന്ന് നമ്മുടെ ജീവിതം അകന്നുപോയെങ്കിൽ അങ്ങനെയുള്ളവർ സമാധാനമില്ലാത്തവരായി, സന്തോഷമില്ലാത്തവരായി, ഭയമുള്ളവരായി മാറുമ്പോൾ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയട്ടെ, യേശു ഉള്ളിലുള്ള ജീവിതമേ നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നിന്റെ ജീവിതത്തിന് നേരെ കൊടുങ്കാറ്റ് വരും, നിന്റെ ജീവിതത്തിന് നേരെ ഭാരങ്ങൾ വരും, നിനക്ക് രോഗങ്ങൾ വരും, കടഭാരം വരും, സകലം തകർന്നേക്ക. എന്നാൽ സർവശക്തനായ ദൈവത്തിന്റെ മുദ്രൻ ധനവും മാനവും പുരാതന സമ്പത്തുള്ളവൻ അവൻ നിന്റെ അകത്തുണ്ടെങ്കിൽ നിന്റെ കഷ്ടങ്ങൾക്ക് മറുപടി തരുവാൻ, നിന്റെ വേദനകൾക്ക് മറുപടി തരുവാൻ അവനെ കൊണ്ട് കഴിയും. നഷ്ടമായതെല്ലാം മടക്കി തരുവാൻ എന്റെ യേശുവിന് കഴിയും. എത്ര പേർ ദൈവത്തെ സ്തുതിക്കും. നമ്മുടെ വീട്ടിലിരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. നമുക്ക് സമയമുണ്ട്, ഇഷ്ടംപോലെ സമയം. ഞാൻ ഒരു 1-2 വചനങ്ങൾ തൊട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. മൊബാബിയ സ്ത്രീകളായ 2 പെൺകുട്ടികൾ എലിമേലെക്കിന്റെ കുടുംബത്തിലേക്ക് മകളവന്റെയും എലിവന്റെയും ഭാര്യമാരായി കടന്നു വന്നു. അപ്പൻ മരിച്ചുപോയി, ഭർത്താക്കന്മാർ മരിച്ചുപോയി, 3 വിധവമാർ ശേഷിക്കുകയാണ്. നവോമി ബെഥലേഹേമിലേക്ക് മടങ്ങിപ്പോവുകയാണ്. അവിടെ ഒരു കൊയ്ത്തിന്റെ കാലം. ഇതാ ഞാൻ മടങ്ങിപ്പോകുന്നു, മരുമക്കളായ നിങ്ങൾക്ക് നിങ്ങളുടെ ദേശത്തേക്ക് മടങ്ങിപ്പോകാം. അപ്പോൾ എനിക്ക് സംഭവം അറിയാൻ സമയമില്ലാത്തതോടെ ഞാൻ ചുരുക്കുകയാണ്. ഓർപ്പ അവളെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ് പുറകോട്ട് പോയപ്പോൾ രൂത്ത് അവളോട് പറ്റി നിന്നിട്ട് പറഞ്ഞു, നീ പോകുന്നിടത്ത് ഞാനും പോരും, നിന്റെ ദൈവം എന്റെ ദൈവം പ്രീസലോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്പകാലം ചില വർഷങ്ങൾ അവളോട് പറഞ്ഞപ്പോൾ അവൾ സേവിക്കുന്ന നവോമി സേവിച്ച യഹോവയെ രൂത്ത് അകത്ത് ആക്കി എന്ന് പറഞ്ഞാൽ അല്പം സമയത്തിനുള്ളിൽ ദുഃഖങ്ങളും വേദനകളും ഭാരങ്ങളും വേർപാടുകളും ഒക്കെ സംഭവിച്ചെങ്കിലും രൂത്തിന് കിട്ടിയ സന്ദർഭത്തിൽ ഓർപ്പ തിരഞ്ഞെടുക്കാത്തൊരു കാര്യം രൂത്ത് തിരഞ്ഞെടുത്തു. അവളെ യഹോവയെ അവളുടെ ദൈവമായി അവൾ ഉള്ളിൽ സ്ഥാപിക്കുവാനിടയായി. അതുകൊണ്ട് നവോമി, നീ പോകുന്നിടത്ത് ഞാൻ പോകാൻ കാരണം നിനക്കൊരു ദൈവമുണ്ട്, അത് എന്റെ ദൈവമാണ്, അവൻ എന്റെ ഉള്ളിലുള്ളത് കൊണ്ട് എനിക്ക് നിന്നെ വിട്ടു വരിയുവാൻ കഴിയത്തില്ല. നിന്റെ ജനം എന്റെ ജനമാണ്. കരങ്ങളെ വിട്ട് ദൈവത്തെ സ്തുതിക്കും. അടുത്തൊരു കാര്യം, ജോബിന്റെ ജീവിതത്തിൽ തന്നെ എല്ലാം നഷ്ടപ്പെട്ടു.
തന്റെ പുത്രസമ്പത്ത് നഷ്ടപ്പെട്ടു, തന്റെ സ്വത്തുക്കൾ നഷ്ടപ്പെട്ടു, തന്റെ മൃഗസമ്പത്ത് നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു. അവൻ സാത്താൻ വീണ്ടും പരീക്ഷിക്കുകയാണ്. തന്റെ ശരീരത്തിൽ നിന്നുകൊണ്ട് കാലിന്റെ പെരുവിടന്റെ അറ്റവരുടെ ഭാഗങ്ങളിൽ പരിക്കളം ബാധിച്ച രോഗത്താൽ വ്രണമുള്ളവനായി അവൻ ധ്യാനത്തിൽ നിന്നുകൊണ്ട് അവൻ ഒറ്റക്കഷമെടുത്ത് ചൊറിയുമ്പോൾ തന്റെ ഭാര്യ പറയുകയാണ്, നിന്റെ ദൈവത്തെ നീ ത്യജിച്ച് കളഞ്ഞ് നിനക്ക് ആത്മഹത്യ ചെയ്യുവാൻ നല്ല സന്ദർഭം. അപ്പോൾ യോബ് പറയുന്നത് എന്താണെന്നറിയാമോ? നാം ദൈവത്തിൽ നിന്ന് നന്മ പ്രാപിച്ചു, തിന്മയെ നമുക്ക് പ്രാപിക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, ആ ഒരു വാക്ക് പറയണമെങ്കിൽ യോബ് തന്റെ ഉള്ളിൽ യഹോവയെ കേന്ദ്രമാക്കി വെച്ചിരുന്ന ദൈവത്തിന്റെ സ്തോത്രം. നിന്റെ പ്രതികൂലത്തിന്റെ മധ്യത്തിൽ, നിന്റെ പ്രശ്നത്തിന്റെ മധ്യത്തിൽ യഹോവയെ തള്ളിക്കളയുവാനുള്ള സാധാരണ വാക്കുകളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ നിന്റെ അകത്ത് ദൈവം ഉണ്ടായിരിക്കണം. എത്ര പേർക്ക് ദൈവത്തെ ശ്രമിക്കുവാൻ കഴിയും? നിന്റെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ, നിന്റെ ഭാരത്തിന്റെ മധ്യത്തിൽ കൂടെ നിൽക്കുന്ന നിന്റെ ഭാര്യയോ ഭർത്താവോ മക്കളോ കൂട്ടുകാരോ സ്നേഹിതരോ ആരെങ്കിലും നിന്നോടിങ്ങനെ പറഞ്ഞാൽ അവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ അകത്ത് ആരുണ്ടായിരിക്കണം? യേശുണ്ടായിരിക്കണം. ദൈവത്തിന്റെ വരം പറയുന്നു, ഇപ്പോഴുള്ളതിന് വരുവാനുള്ളതിന് ഉയരത്തിന് ആഴത്തിന് ജീവന മരണത്തിന് ദൂതന്മാർക്ക് വായിച്ചിട്ടുണ്ടോ? കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവസ്നേഹത്തിൽ തന്നെ വേർതിരിപ്പാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. കാരണം അകത്ത് യേശുണ്ട്. അടുത്തത്, അബ്രഹാമേ, നീ സ്നേഹിക്കുന്നത് ലേഖനാഥനായ മകൻ ഇസ്ഹാക്കിനെ ഞാൻ നിന്നോട് പറയുന്ന മലയിൽ കൊണ്ട് യാഗമർപ്പിക്കുക. അപ്പോൾ അബ്രഹാം അവനുമായി പോയി. ഏതാണ്ട് 3 ദിവസത്തെ വഴിയാത്ര. അവിടെ ചെന്ന് ബാല്യക്കാരുടെ കൈനയ്ക്ക് ഒപ്പ് കിട്ടിയ ബാല്യക്കാരുടെ അവിടെ നിൽക്ക് ഞാനും ബാല്യനുമായി പോയി ആരാധന കഴിച്ചുമായി എല്ലാവരുടെ ദൈവത്തെ ശ്രദ്ധിച്ചാണ്. അങ്ങനെ പറഞ്ഞ് അബ്രഹാം അവിടെ ചെല്ലുകയാണ്. 3 ദിവസം കഴിഞ്ഞ് തന്റെ മലയിലേക്ക് ബാല്യക്കാരെ നിർത്തി അവിടേക്ക് കയറി ചെല്ലുന്നു. സംഭവങ്ങളും ഇസ്ഹാക്കിന്റെ ചോദ്യങ്ങളൊന്നും ഞാൻ വിവരിക്കുന്നില്ല. യാഗവിടെ ഉണ്ടാക്കി ഇസ്ഹാക്കിനെ കിട്ടി യാഗത്തിൽ കിടത്തുകയാണ്. ഓർക്കണം, 3 ദിവസത്തെ ദൂരം ദൈവം അനുവദിച്ചാണ് ഒരു മലയിൽ പോകാൻ അബ്രഹാമിനോട് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ 3 ദിവസം നിനക്ക് പിന്തിരിഞ്ഞു പോകുവാൻ സന്ദർഭമുണ്ട്. പെട്ടെന്ന് പറഞ്ഞ് ഇവിടെ ഒരു യാഗമുണ്ടാക്കി ഇത് ചെയ്യാൻ പറഞ്ഞാൽ ആ വിഭ്രാന്തിക്ക് ചിലപ്പോൾ അത് ചെയ്തൊക്കെ വന്നാൽ പിന്തിരിഞ്ഞു പോകുവാൻ, മനസ്സ് മാറുവാൻ 3 ദിവസത്തെ സാവകാശം അബ്രഹാമിന് കൊടുത്തിട്ടും ഇല്ല. അബ്രഹാം മാറിയില്ല. കാരണം അവന്റെ ഉള്ളിൽ അവൻ സ്നേഹിക്കുന്ന ദൈവമുണ്ടായിരുന്നു. അവനെ എന്ത് ചെയ്തു? ഇസ്ഹാക്കിനെ കെട്ടി. ഇത് കേവലം അഭിനയമോ റിയാലിറ്റി ഇല്ലാത്തൊരു യാഗമല്ല. അബ്രഹാം കത്തിയെടുത്ത് തന്റെ മകന്റെ കഴുത്തിൽ വെക്കുവാൻ അവൻ കത്തിയെടുത്തപ്പോൾ ദൈവത്തിന് സ്വർഗത്തിൽ അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. അവൻ തന്റെ ദൂതനെ അയച്ചിട്ട് അബ്രഹാമേ ഭാരതമേ കൈവെക്കരുത്. നമ്മളുടെ സ്നേഹം, നമ്മുടെ ദൈവമായിട്ടുള്ള വ്യക്തിബന്ധം ദൈവം ഒരു പക്ഷെങ്കിൽ തെറ്റിയിറക്കാം. പക്ഷേ നിന്റെ ജീവിതത്തിൽ സഹിപ്പാൻ കഴിയാവുന്നതിലുപരി ഒരു പരീക്ഷയ്ക്ക് ദൈവം നിന്നെ ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. എത്ര പേർക്ക് ദൈവത്തെ ശ്രമിക്കുവാൻ കഴിയും? എത്ര പേർ ദൈവത്തെ മഹത്വപ്പെടുത്തും? എന്ന ഈ സന്ധ്യയുടെ യാമത്തിൽ പരിശുദ്ധാത്മാവിനെ വിളിച്ചു പറയുകയാണ്, അബ്രഹാമേ, നീ നിന്റെ മകനെ തരുവാൻ വഴിക്കായതുകൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നത് ഞാൻ അറിയുന്നു. അതുകൊണ്ട് ഞാൻ നിന്റെ മകനെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. ഇവിടെ ഞാൻ പറഞ്ഞതിന് സാർ, ഇവരുടെയൊക്കെ ഉള്ളിൽ യഹോവേ അവന്റെ അവർ ഓരോരുത്തരും അന്തർഭാഗത്ത് ആരാധിക്കുവാൻ ഏൽപ്പിച്ച് അവിടെ വെച്ചു. അതിനകത്ത് വേറെ ആർക്കും സ്ഥാനമില്ല, അതിനകത്ത് ഭാര്യയ്ക്ക് സ്ഥാനമില്ല, അതിനകത്ത് ഭർത്താവിന് സ്ഥാനമില്ല, അതിനകത്ത് അബ്രഹാം സാറയോട് ചോദിക്കുന്നില്ല. ലോത്ത് അവൻ ഓടിയപ്പോൾ തന്റെ ഭാര്യ എന്ത് ചെയ്തു? പുറകിലേക്ക് നോക്കി. എന്നാൽ ഇവിടെ കാണുന്ന ദൈവരാഷ്ട്രമായ രൂപം അവിടെ ജീവിതത്തിൽ ഒരു സന്ദർഭം ദൈവം ചെയ്ത സമയത്ത് അവർ തിരിഞ്ഞു നോക്കാതെ ദൈവത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുകയാണ്. ദൈവത്തെ നിങ്ങൾ ഉറച്ചു നിൽക്കണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ യേശുണ്ടായിരിക്കണം. പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ, ഭാരങ്ങളുടെ മധ്യത്തിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ, വിഷയങ്ങളുടെ മധ്യത്തിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ നിങ്ങളിൽ ദൈവമുണ്ടായിരിക്കണം. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ TV കാര്യവും ഇന്റർനെറ്റും മെസ്സേജ് കൊടുക്കാനുള്ള എല്ലാം നമ്മുടെ വീട്ടിലുണ്ട്. ഞാൻ സത്യമാണ് നിങ്ങളോട് പറയാൻ മാത്രമാണ്. ഞാൻ അധികം സംസാരിക്കുന്ന ആളല്ല. വിശ്വഭാഷം ഒരു ഉറപ്പാക്കി ഞാൻ അധികം സംസാരിക്കാം. എനിക്ക് കിട്ടുന്ന സമയങ്ങൾ ഞാൻ വചനം വായിക്കുന്നതാണ്. എന്റെ പ്രായം നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയും. ഞാനത് പറയുന്നില്ല. എനിക്ക് നിങ്ങളോട് പറയുന്നത്, സിനിമാ ലോകത്തുനിന്നും സീരിയൽ ലോകത്തുനിന്നും വിട പറഞ്ഞ ദൈവമക്കളുടെ ഭവനങ്ങളിൽ നിങ്ങളൊരു ന്യൂസോ നിങ്ങളൊരു എന്തെങ്കിലും ഒരു എമർജൻസി കാര്യം കാണാം. പക്ഷെങ്കിൽ സിനിമയോ സീരിയലോ ആവശ്യമില്ലാത്ത കണ്ട് അകത്തിരിക്കുന്ന കർത്താവിന് ഇരിക്കുന്ന ഇടത്ത് ആവശ്യമില്ലാത്ത കയറ്റി ആരാധനയ്ക്ക് വരുമ്പോൾ ദൈവശക്തിയുടെ വ്യാപാരം നമ്മളില്ലാതെ നമ്മൾ കേവലം വെറും ഭാരങ്ങളായി മാറുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. ഞാൻ അമേരിക്കയിൽ 20 വർഷമായി. എന്റെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളാണ്. അവരെ ചിലപ്പോൾ ഒതുക്കാൻ ചിലപ്പോൾ ജീവിച്ചു കൊടുക്കും. ഞാൻ സത്യമായിട്ട് ദൈവത്തിന്റെ മുമ്പാകെന്ന് പറയുകയാണ്. എനിക്കൊട്ടും ഇഷ്ടമില്ലാത്തവരാണ്. എന്റെ ബ്രദറിനോട്
സമയത്ത് ഞാൻ ഒരു കാർ മേടിച്ചപ്പോൾ അതിനകത്ത് സിനിമാ പാട്ടുള്ളൊരു CD ഉണ്ടായിരുന്നു. ആ കാർ വന്നപ്പോൾ സെക്കൻഡ് ഹാൻഡ് ഒരു കാറാണ്. ആ കാർ വന്നപ്പോൾ പറഞ്ഞു അതോടെ ഇന്നോടൊന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട. ഞാൻ ഈ കർത്താവിനെ കണ്ടുപിടിച്ച മുമ്പ് 2-3 സിനിമ ക്യൂവിൽ നിന്ന് ഇടികൊണ്ട് കാണുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ഇന്ന് എന്റെ യേശുവിന്റെ ഉള്ളിലുണ്ട്. എനിക്ക് നിങ്ങളോട് തന്റേടമായി പറയുവാൻ കഴിയും. എന്ന് വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ നിലവിൽ ഇന്ന് രാത്രി ഞാൻ പറയുകയാണ്, നമ്മുടെ സമയം കളയരുത്. നമ്മുടെ കർത്താവ് വരുന്നു. നമ്മുടെ ഉള്ളിൽ അഭിഷേകത്തിന്റെ നിലം ഉണ്ടായിരിക്കണം. നമ്മുടെ മലമകൾ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ നീങ്ങണം. നമ്മുടെ പാത്രത്തിൽ എണ്ണ പറയരുത്. യേശുവിന്റെ സ്ഥാനത്ത് മറ്റൊരു നിലകൾ കയറിയാൽ അങ്ങനെയുള്ള വ്യക്തിക്ക് കർത്താവിന്റെ വരവെങ്കിൽ പറക്കുവാൻ കഴിയുന്നില്ല. ഇന്ന് രാത്രി വിളിച്ചു പറയുക. എനിക്കിവിടെ സമയം ഉണ്ടാണെങ്കിൽ കൃപയാൽ എനിക്ക് അനേക ജനറൽ കൺവെൻഷനിൽ പ്രസംഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാനതൊന്നും ഒരു ഭാഷയോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു ക്രൂസൈഡിൽ പ്രസംഗിച്ചിട്ടാണ് വരുന്നത്. ബീഹാറിൽ എനിക്ക് ഇതിനകത്ത് സമയം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് വളരെ കാര്യങ്ങൾ പറയാനുണ്ട്. ദൈവമക്കളെ, നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിനെ, ക്രിസ്തുവിനെ നിങ്ങൾ വിശദീകരിക്കണം. മറ്റാർക്കോടെ കയറി വരേണ്ടവരുണ്ട്. നിങ്ങളുടെ കർത്താവ് നിങ്ങളുടെ നായകനായിരിക്കണം. അവർ ക്രിസ്തു വീടിന്റെ നായകനെന്ന ബോർഡല്ല. നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾ ഏറ്റെടുത്ത യേശു ക്രിസ്തു അവർ നിങ്ങളുടെ രക്ഷിതാവാണെങ്കിൽ എന്നും എന്നും അവർ നിങ്ങളുടെ രക്ഷിപ്പാൻ പ്രാപ്തനാണ്. അവരെ നിങ്ങളുടെ ഉള്ളിൽ കാണണം. ഹല്ലേലൂയ. ബാക്കി കാര്യങ്ങൾ ഞാൻ അക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞു. ദൈവത്തെ, ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളെ കർത്താവായി വിശദീകരിക്കണം. അടുത്ത ഭാഗത്ത് വായിക്കാം. അതിന്റെ ബാക്കി നിന്റെ രാജ്യം വരണം. കർത്താവിന്റെ രാജ്യം വരണം. യേശു ക്രിസ്തു ദൈവരാജ്യത്തിന്റെ മൂലക്കനായിട്ട് വന്നു. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് 120 വന്നപ്പോൾ ദൈവരാജ്യം ശക്തിയോടെ അവരിലേക്ക് വന്നു. അവരൊക്കെ എന്ത് ചെയ്തു? അന്യഭാഷ സംസാരിച്ചു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവരാജ്യം ഇവിടെ വന്നപ്പോൾ അവർ പറഞ്ഞ ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവരാജ്യത്തിന്റെ ഭാഷയാണ്. മനസ്സിലാക്കാൻ ദൈവത്തെ ശ്രദ്ധിക്കുന്നു. ഇന്നിവിടെ ഇരിക്കുന്ന എത്ര പേർ ദൈവരാജ്യത്തിലുണ്ടെന്നുള്ളത് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയും. ഞാനിവിടെ വചനം പ്രസംഗിക്കുമ്പോൾ, ഇവിടെ ആരാധിക്കുമ്പോൾ നിങ്ങളിൽ അങ്ങനെ ഒരു ഭാഷയുണ്ടെങ്കിൽ, ആത്മാവിന്റെ സുനിശ്ചോത്തങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിലാണ്, അല്ലെങ്കിൽ നിങ്ങൾ അതിന് പുറത്താണ്. എത്ര പേർ ദൈവത്തെ ശ്രദ്ധിക്കുവാൻ കഴിയും? അന്നവിടെ വ്യാപരിച്ച പരിശുദ്ധാത്മാവ്, 120 പേർ വ്യാപരിച്ച പരിശുദ്ധാത്മാവ് അഗ്നിപോലെയുള്ള നാവുകൾ അവിടെ വന്നപ്പോൾ അവർ അന്യഭാഷകൾ സംസാരിച്ചെങ്കിൽ ഇന്ന് രാത്രിയിൽ എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ അതിന് കഴിയുന്നില്ല? നിങ്ങളിൽ ആത്മനാവുണ്ടോ എന്ന് ഈ രാത്രി പരിശോധിക്കുവാൻ ഞാൻ വിളിച്ചു പറയുകയാണ്. എല്ലാവർക്കും അന്യഭാഷ ഇല്ലെങ്കിലും നിങ്ങൾ ആത്മാവില്ലാത്തവരല്ലെന്നും നിങ്ങൾ ദൈവമക്കളാണെന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അന്യഭാഷ പരിശുദ്ധാത്മാഭിഷേകത്തിന്റെ പരസ്യമായ ഒരടയാളമാണ്. എങ്കിലും എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ദൈവത്തിന്റെ വചനം ധ്യാനിച്ചു, കർത്താവിനെ സ്നേഹിച്ചു, നിങ്ങളുടെ ഹൃദയങ്ങളിൽ അവനെ എന്ത് ചെയ്യണം? സ്വീകരിക്കുന്നത് നിങ്ങൾ ദൈവരാജ്യത്തിലാണോ എന്ന് എപ്പോഴും ചെയ്യണം. നമ്മൾ ലോകത്തിൽ ആയിരിക്കുമ്പോൾ നമ്മൾ ദൈവരാജ്യത്തിലാണ്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലുള്ളത്. നമ്മുടെ രാജാവ് ഇവിടുത്തെ രാജാവല്ല. നമ്മുടെ രാജാവ് രാജാവും കർത്താവിക കർത്താവുമാണ്. അവനാണ് നമ്മുടെ രാജ്യത്തിന്റെ രാജാവ്. നമ്മുടെ അനുഗ്രഹങ്ങൾ ഈ ലോകത്തിൽ എത്ര നിർദ്ദേശം വന്നാലും, സാമ്പത്തിക പ്രതിസന്ധി വന്നാലും, ക്ഷാമം വന്നാലും ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ ഭാരപ്പെടേണ്ട. കാരണം നിന്റെ അനുഗ്രഹം ലോകത്തിന്റെ ഗവൺമെന്റിനെ ആസ്പദമാക്കിയല്ല, അത് ദൈവരാജ്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. പുരാതന സംഭവം അവൻ ക്രിസ്തുവേശുവിന്റെ നരത്തിന്റെ മഹത്വത്തിനൊത്തുകൊണ്ടും അവൻ ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി നിന്റെ ബുദ്ധിമുട്ട് നീക്കുവാൻ കഴിവുള്ള ഒരു ദൈവം അവന്റെ കളിവാരം തുറക്കുന്നതിനകത്ത് നമ്മുടെ അനുഗ്രഹിക്കും. കരങ്ങളെ കൊണ്ട് ദൈവത്തെ ശ്രമിക്കാം. നിങ്ങളുടെ ദൈവരാജ്യത്തിലാണെന്നുള്ള ബോധ്യപ്പെടും. അങ്ങനെ ദൈവരാജ്യത്തിലാണെങ്കിൽ നമ്മളെ കാക്കുവാൻ, നമ്മുടെ വഴിയിൽ കാക്കേണ്ടത് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. ഇന്ന് രാത്രി എനിക്ക് പറയുവാനുള്ളത്, ദൈവരാജ്യത്തിലുള്ള ദൈവം ഒരു ഭാരപ്പെടേണ്ട ആവശ്യമില്ല. നിനക്കൊരു രാജ്യമുണ്ട്, നിനക്കൊരു രാജ്യമുണ്ട്. നിന്റെ രാജ്യത്തിന്റെ അനുഗ്രഹം നിന്റെ മേൽ ദൈവം തന്നിട്ടുണ്ട്. ആ രാജ്യത്തിന്റെ ശക്തി നിന്റെ മേൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാൻ അടുത്തുമായി. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണ്. ദൈവത്തിന്റെ ഇഷ്ടം സ്വർഗത്തിൽ നടക്കുന്നത് ആരാധനയാണ് മെയിനായിട്ട്. എന്റെ പ്രവർത്തനം കാണാൻ കഴിയുന്നത് ദൂതന്മാർ നിന്നുകൊണ്ട് പറന്ന് മുഖം മൂടി അവിടെ ചിറകൾ പറന്നുകൊണ്ട് മുഖം മൂടിക്കൊണ്ട് അവർ പാദങ്ങൾ മറച്ചുകൊണ്ട് അവർ ആരാധിക്കുകയാണ്. ഒരുവൻ ഇങ്ങനെ പറയുന്നു, സൈന്യങ്ങളുടെ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ഒന്ന് ദൈവത്തെ ശ്രദ്ധിക്കുവാൻ കഴിയുമോ? ഇവിടെ വരുന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ആരാധിക്കുന്നതാണ്. ദൈവദാസന്മാരാണ് പറഞ്ഞത്. ആരാധനയ്ക്കകത്തെ വിഷയങ്ങളൊക്കെ ഇന്ന് പറഞ്ഞു. ആരാധന ചെയ്യുവാൻ ദൈവദാസന്മാരെ നമ്മളെ പ്രബോധിപ്പിച്ചു. ഇന്ന് ഈ വരികൾ നിങ്ങളോടൊരു കാര്യം ഞാൻ പറയാം. ദൈവത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനമായ വിഷയം ദൈവമക്കൾ ദൈവത്തെ ആരാധിക്കുന്നുള്ളതാണ്. ദൂതന്മാർ സ്വർഗത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നോക്കേണ്ട ആവശ്യമില്ല. ദൈവം നിങ്ങളെ വിളിച്ചത് അവരെ ആരാധിക്കുവാനാണ്.
ദിവസമുള്ള ആഹാരങ്ങൾ തരണം. ഇവിടെ നിന്ന് പറയുകയാണെങ്കിൽ വലിയ കാര്യങ്ങൾ പറയാം. ഇസ്രായേലത്തെ മിസ്രൈമിൽ നിന്ന് ചെങ്കടൽ കടത്തി മരുഭൂമിയിൽ കൊണ്ടുവന്ന ദൈവം അന്നു വേണ്ടുന്ന ആഹാരം 40 വർഷം കൊടുത്തു. ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. അന്നു വേണ്ടുന്ന ആഹാരം 40 വർഷം കൊടുത്തു. ഓരോ ദിവസവും യഹോവയായ ദൈവം അവർക്ക് മഞ്ഞ പൊഴിപ്പിച്ചു കൊടുത്തു. ഒരു മഞ്ഞ് വന്ന് വീണതിനെ മൂടി, ആളൊന്നിന് ഇടങ്ങഴി വിധം പെറുന്നു. ഉച്ചയാകുമ്പോൾ, വെയിലാകുമ്പോൾ മഞ്ഞ് ഉരുകിപ്പോയി, അത് പിന്നെ ഇല്ലാതെ വരുന്നു. ഒരു ദിവസത്തേക്ക് ഇടങ്ങഴി, ഒന്നിൽ കൂടുതൽ ദിവസം അവൻ ഇടങ്ങഴി ഒരു വ്യക്തി പെറുക്കിയാൽ അവൻ ആവശ്യത്തിനുപരിയായി പെറുക്കിയത് ക്രമിച്ചു. അന്നത്തേക്ക് ദൈവം കൊടുത്തു. 7-ാം ദിവസത്തേക്ക് ശബ്ദത്ത് ദൈവത്തിന്റെ സന്നിധി സ്വന്തമായി ആരാധിക്കേണ്ട ദിനം. അന്നത്തേക്ക് പകരം 6-ാം ദിവസം ഇരട്ടി കൊടുത്തു. ദൈവത്തിന് ഇഷ്ടം. ഇന്ന് രാത്രി എനിക്ക് പറയാൻ അവിടെ നിന്ന് താഴോട്ട് പോകാനുണ്ട്, പക്ഷെ പോകുന്നില്ല. ദൈവത്തിന് കൊടുക്കാനുള്ള സമയം നീ കൊടുക്കൂ. 6-ാം ദിവസം നിനക്ക് 7-ാം ദിവസത്തെ തരുന്നൊരു ദൈവമുണ്ട് എന്ന് പറഞ്ഞിട്ട് ദൈവമൊക്കെ ദൈവത്തിന് വേണ്ടി സമയം കൊടുക്കണം. അന്നത്തെ ദിവസം നീ പാഴാക്കി എന്റെ നഷ്ടങ്ങൾ ഞാൻ വരുത്തി ദൈവത്തെ ആരാധിക്കാൻ വന്നിരിക്കണമെന്ന് വിചാരിക്കുമ്പോൾ നഷ്ടമല്ല, അന്നത്തേക്കുള്ളത് കൂടി തരുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട് എത്ര പേർ മനസ്സിലാക്കിയത്. അടുത്തൊരു കാര്യം, അന്ന് അവർക്ക് ഓരോ ദിവസം മന കൊടുത്തു. ഇന്ന് നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ ഞാൻ ഒരിക്കൽ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ആ ഹോസ്പിറ്റലിന്റെ ബെഡുകളിൽ അനേക ആളുകൾ കിടക്കുന്നു. വളരെ മിടുക്കന്മാരായി, ശക്തന്മാരായി, എഡ്യൂക്കേറ്റഡ് ആയിരുന്ന ആരോഗ്യനിലനാഥന്മാരായിരുന്ന ആളുകൾ ആ ബെഡിൽ കിടക്കുന്നു. ഇവരോടൊക്കെ പാ വിളിക്കാൻ പറ്റത്തില്ല, ട്യൂബ് വഴി ഫീഡിങ്. അവർക്ക് ഓരോ 3-4 മണിക്കൂർ കൂടുമ്പോൾ ലിക്വിഡ് ഫുഡ് കൊടുക്കുക. എന്താണ് അതിന്റെ അർത്ഥം? അവർക്ക് അതാത് സമയങ്ങളിൽ കഴിക്കുവാനുള്ള ആഹാരം കഴിക്കാനുള്ള വാ തുറക്കുവാൻ പറ്റുന്നില്ല. ദൈവങ്ങളെ നമ്മളിവിടെ ഇരിക്കുന്നതിന്റെ രഹസ്യവും നമ്മുടെ വാകൾ ചലിക്കുന്നതിന്റെ രഹസ്യവും ദൈവത്തിന്റെ കൃപയാണ്. ദൈവത്തെ തുറക്കുവാൻ കഴിയും. അന്നത്തെ ആഹാരം കഴിക്കുവാൻ എന്റെ ദൈവം എനിക്ക് കൃപമെന്നുണ്ടെങ്കിൽ, എന്റെ നാവുകൾ ചലിക്കുന്നെങ്കിൽ, എന്റെ മൗഢ്യമുണ്ടായിരുന്നെങ്കിൽ, എന്റെ കയ്യിൽ 1 കോടി വർഷം ജീവിക്കുവാനുള്ള ഫുഡുണ്ടെങ്കിലും എനിക്ക് കഴിക്കുവാൻ പറ്റുന്നു. മനസ്സിലാവും. ദൈവത്തെ ശ്രദ്ധിക്കും. ഇന്ന് വൈകിട്ട് കഴിയുമ്പോൾ ആഹാരം കഴിക്കണമെങ്കിൽ ദൈവം സമ്മതിക്കണം എങ്കിൽ ഈ നാവ് കൊണ്ട് ദൈവത്തെ ശ്രദ്ധിക്കുക. എത്ര പേർക്ക് കഴിയും? ദൈവം സമ്മതിക്കണം. അടുത്ത സ്റ്റെപ്പ് നമ്മൾ വെക്കുന്നത് നമ്മുടെ ഇഷ്ടങ്ങൾക്കല്ല, ദൈവത്തിന്റെ ഇഷ്ടത്തിന്. അതിന്റെ സമയം തിരികെയാണ്. അതുകൊണ്ട് ദൈവങ്ങളെ അന്നത്തെ ആഹാരത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിന്റെ അർത്ഥം, കർത്താവേ ഇന്ന് എനിക്ക് ജീവിക്കാനുള്ള കൃപ എന്റെ കർത്താവ് എനിക്ക് തരണമേ. അടുത്ത ഓരോ ചുവടുകൾ വെക്കുക. അടുത്ത ദിവസത്തേക്കുള്ള കൃപ തരണം. നമ്മളെ തെറ്റിദ്ധരിക്കരുത്. നമ്മൾ ഓർക്ക് നമുക്ക് പല കാര്യങ്ങൾ നടക്കും, പല കാര്യങ്ങളുണ്ട്, എല്ലാ കാര്യമുണ്ട്. പക്ഷെങ്കിൽ ഒരു നിമിഷം മതി നമ്മുടെ മോഹന സ്വപ്നങ്ങൾ തകരുവാൻ. ഒരു നിമിഷം മതി നമ്മുടെ മാനുഷിക ചിന്തകളുടെ സ്വപ്ന കോട്ടകൾ ഉടയുവാൻ. ഒരു നിമിഷം മതി എല്ലാം താറുമാറാകുവാൻ. പക്ഷേ ദൈവത്തിന്റെ പൈതലെ, ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവത്തിലെ അവയെ നിന്നെ നടത്തുവാൻ എന്റെ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഈ സന്ധ്യയുടെ യാമത്തിൽ എനിക്ക് പറയുന്നത്, ദൈവത്തിൽ എപ്പോഴും ആശ്രയിക്കണം. കരങ്ങളെ വിട്ട് ദൈവത്തെ ചിന്തിക്കാം. കരങ്ങളെ അടുത്ത വാക്ക് പുറത്തു വയ്ക്കും. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിക്കുന്നത് കണ്ടു വെച്ചു കൊടുക്കും. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് വളരെ സുപരിചിതമായ വചനം. നമ്മളുടെ കടക്കാരോട് നമ്മൾ ക്ഷമിക്കണം. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മുടെ കടങ്ങൾ എത്ര ഉണ്ടായിരുന്നെങ്കിലും ഒറ്റയടിക്ക് ഏറ്റുകൊണ്ട് രക്തം സകല പാപം നോക്കി നമ്മളെ ശുദ്ധീകരിക്കും. ആ പാപം എന്താ? പക്ഷേ രക്ഷിക്കപ്പെട്ടതിന് ശേഷം നമ്മൾ എന്ത് പാപം ചെയ്താലും അതിനെ എണ്ണി 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 ദൈവത്തിന്റെ കണക്ക് കൊടുക്കണം. എത്ര പേർ ഇത് കേൾക്കുന്നുണ്ട്? ഏതെല്ലാം പാപം ചെയ്താലും, രഹസ്യമായും പരസ്യമായും എന്തെല്ലാം പാപം ചെയ്താലും ഓരോന്നും ഇഞ്ചിഞ്ചായി ദൈവമക്കൾ കണക്ക് കൊടുക്കണം. എനിക്ക് കിട്ടിയ സമയത്തോടെ ഞാൻ പറഞ്ഞില്ലെങ്കിൽ ദൈവനോട് ചോദിക്കും. അതുകൊണ്ട് വളരെ ഭയത്തോടെ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ ഓരോ നിമിഷവും ചെലവണമെന്ന് ഞാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുക. ഇത് പിള്ളേരെയാണെന്ന് ഓർക്കുന്നത്. നമുക്ക് കിട്ടിയ സമയം തക്കത്തിൽ ഉപയോഗിച്ച് പാപങ്ങളിൽ നിന്ന് വേർപെടുത്തുന്നത് കുറവുകൾ സ്വയം സമ്മതിക്കുകയും മറ്റുള്ളവരോട് പ്രശ്നമുണ്ടെങ്കിൽ ക്ഷമിക്കുകയും ചെയ്യാൻ തയ്യാറാകുന്നില്ലെങ്കിൽ കർത്താവ് വരുമ്പോൾ നമുക്ക് പോകുവാൻ കഴിയത്തില്ല. അത് ദൈവത്തിന്റെ പ്രമാണത്തിലെ വ്യവസ്ഥയാണ്. മറക്കരുത്. ദൈവത്തെ വാഴ്ത്തുവാൻ കഴിയുമോ നിങ്ങൾക്ക്? നമ്മളത് ചെയ്യണം. യാക്കോബ് തന്റെ സഹോദരനായ ഏശാവിന്റെ അനുഗ്രഹം വാങ്ങി പുറപ്പെട്ടു പോയി. 20 വർഷം കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ യാക്കോബ് ഓർത്തു, എന്റെ സഹോദരൻ എന്നെ കൊല്ലുമെന്ന്. പണ്ടത്തെ പ്രതിജ്ഞ പോലെ മടങ്ങി വന്നപ്പോൾ ഏശാവ് അവനെ കെട്ടിപ്പിടിച്ച് അലികരച്ചു. കൊല്ലുമെന്ന് പ്രതിജ്ഞയെടുത്തവൻ തന്റെ സഹോദരനെ
അവനെ ആലിംഗനം ചെയ്ത് അവന്റെ ഉള്ളിൽ യാതൊരു പ്രതികാരവും ഇല്ലായിരുന്നു. ക്ഷമിക്കുവാൻ നമുക്ക് കഴിയുമോ? ക്ഷമിക്കുവാൻ നമുക്ക് കഴിയുമോ? കരങ്ങളെ കൊണ്ട് ദൈവത്തെ സ്തുതിക്കും. ക്ഷമിക്കുവാൻ നമുക്ക് കഴിയുമോ? കഴിഞ്ഞ കാലങ്ങൾ ജീവിതത്തിൽ നേരിട്ട പ്രതിസന്ധികൾ, ഭാരങ്ങൾ, കുറവുകൾ, തെറ്റുകുറ്റങ്ങൾ, പ്രശ്നങ്ങൾ ഒരു ഭാരം പണിയുവാൻ എന്തിനകത്ത് നമുക്ക് കഴിയുമോ? ഉടഞ്ഞുപോയ ബന്ധങ്ങൾ എന്തിനകത്ത് സ്ഥാപിക്കുവാൻ, ഒരു ഭാരം പണിയുവാൻ, ഒരു സ്നേഹബന്ധത്തിന് ഒരു ഭാരം പണിയുവാൻ എന്തിനകത്ത് നമുക്ക് കഴിയുമോ? ഒറ്റൊരു വാക്യം. ദൈവമക്കളെ, നിങ്ങളത് പ്രാർത്ഥിക്കണം, എന്നും പ്രാർത്ഥിക്കണം. ഓർക്കരുത്, നമ്മൾ എന്നും പോകുന്നു. കഴിഞ്ഞ ഒരു ദിവസം ഞാനൊരു വാഹനത്തെ യാത്ര ചെയ്തപ്പോൾ വേറെ നമ്മൾ ഓടിച്ചു റൈറ്റ് സൈഡിൽ വാഹനം ഓടിക്കുമ്പോൾ എതിരെ വന്ന വണ്ടിയുടെ സ്ഥലമാണ്. ഓടി ഒരു ബസ്സിന് വരികയും പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ, ഒരു ദൈവദാസനായിരുന്നു, പെട്ടെന്ന് ഒന്നും ചെയ്യാൻ അറിയാതെ അവിടെ നിന്നു. ബസ് പെട്ടെന്ന് നിർത്തി. ഞാനൊരു കാര്യം പറയാം. അന്ന് ഒരാഴ്ച പോലുമായിരുന്നു എന്റെ കർത്താവ് ബസ് സ്റ്റോപ്പ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ ശബ്ദം നിങ്ങൾ കേൾക്കത്തില്ലായിരുന്നു. ദൈവത്തിന്റെ കരമാണ് നമ്മുടെ ഓരോ ദിവസം. ഞാൻ ആകുന്നത് ദൈവത്തിന്റെ കൃപയാണ്. നിങ്ങൾക്ക് പറയുവാൻ കഴിയണം, ഞാൻ ആകുന്ന ദൈവത്തിന്റെ കൃപയാണ്. എന്റെ ശക്തിയിൽ എന്റെ വിടുക്കില്ല. ഈ ശബ്ദം ഇന്നിവിടെ പറയുവാൻ സ്വർഗം ഇടയാക്കിയത് എന്റെ കർത്താവിലേക്ക് ഇറങ്ങി വന്ന് ആ ബന്ധങ്ങളോട് പറഞ്ഞു, ചാട്ടു, ബ്രേക്ക് ചവിട്ടു. ആ ബ്രേക്ക് ചവിട്ടി അപകടത്തിൽ നിന്ന് ദൈവം എന്നെ വിടുവിച്ചു. അനേക മരണത്തിൽ തന്നെ വിടുവിച്ചിട്ടുണ്ട്. പോക്കിന്റെ തുമ്പൽ ദൈവം എന്നെ വിടുവിച്ചിട്ടുണ്ട്. ട്രെയിൻ ആക്സിഡന്റ് തന്നെ വിടുവിച്ചിട്ടുണ്ട്. എനിക്ക് രാത്രി പറയുവാൻ കഴിയുന്നത് എന്റെ യേശു എന്റെ പ്രാണപ്രിയനാണ്. എന്റെ യേശു എന്റെ ജീവനായകനാണ്. എന്റെ യേശു എന്റെ രക്ഷിതാവാണ്. എന്റെ യേശു എന്റെ എല്ലാമെല്ലാമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് രാത്രി കൂടെ വിളിച്ചിരിക്കുന്നത്. രാജുവും അടുത്തൊരു കാര്യം കൂടെ പറഞ്ഞത് ക്ഷമിക്കും. ഇസ്രായേൽ ജനം ചെങ്കടൽ കടന്ന് അക്കരെ വന്നപ്പോൾ മോശയും ഇസ്രായേൽ മക്കളും എന്ത് ചെയ്തെന്നറിയാമോ? എഴുന്നേറ്റ് പാടി യഹോവ യുദ്ധവിലൻ അവനെ സ്തോത്രം ചെയ്തു. വലിയ അന്നപ്പെടുന്ന കൂട്ടുകാരോട് ചേർന്ന് അവൻ അത്യുന്നതൻ, അവൻ ഞങ്ങൾ പാടും. ഇന്ന് രാത്രി ഞങ്ങളോട് പറയട്ടെ, ജീവിതത്തിന്റെ ഏത് വിടലും, ഏത് ഉയർച്ചയും, ഏത് സൗഖ്യവും, എന്ത് നന്മകൾ കിട്ടിയാലും അതിന്റെ പുറകിൽ വേറെ ആരുമല്ല, ഉന്നതങ്ങളിലെ ദൈവമാണ്. അവന്റെ രാജ്യവും ശക്തിയും മഹത്വവും അവന് മഹത്വപ്പെടുന്നത്. ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കും. എല്ലാവരും കരങ്ങളെ അടിച്ച ദൈവത്തെ സ്തുതിക്കാം. എല്ലാവരും കരങ്ങളെ അടിച്ച ദൈവത്തെ സ്തുതിക്കാം. അന്ധകാര ശക്തികളെ ഈ രാത്രി ജീവനെ വിശ്വസിക്കുന്നു. രാജ്യശക്തി മാത്രം എന്റെ ദൈവമാണ്. ആരാധനയ്ക്ക് യോഗ്യന്റെ ദൈവമാണ്. ഉപകരണത്തിന് യോഗ്യന്റെ ദൈവമാണ്. ദൈവത്തിന്റെ മാത്രമേ അറിയുന്നുള്ളൂ. ഹല്ലേലൂയ. ചില വ്യക്തികളെ പരിശുദ്ധമാക്കാൻ കൊണ്ടുകൊണ്ടിരിക്കുക. ചില വ്യക്തികളെ പരിശുദ്ധമാക്കാണ്ടിരിക്കുക. ആരാധന ബന്ധത്തിൽ ഈ പ്രക്രിയാവുന്നത് ചില ബന്ധങ്ങൾ കഴിഞ്ഞു പോവുക. ദയമായി അറിയിക്കുക. അതുകൊണ്ട് ദൈവം പുനർമന്ത്രിയുടെ ദൈവം, അത്ഭുത പ്രവർത്തിക്കുന്ന ദൈവം, അത്ഭുത മന്ത്രി, ദൈവം നിത്യപിതാവ് ശക്തമായി ആരാധിക്കൂ. ശക്തമായി ആരാധിക്കൂ. ശക്തമായി ആരാധിക്കൂ. ആരാധിക്കൂ. ദൈവത്തിന്റെ മഹത്വപ്പെടുത്തു. രാജ്യശക്തി മഹത്വ അവരെയേർക്കൂ. എന്റെ ദൈവം ശക്തമായി ഉദാഹരണത്തിനു അവരെ ഉദാഹരണത്തു ഞാൻ സഹായിച്ചേ. ശക്തമായി ദൈവസന്ധ്യാവുന്ന ദൈവമാവ് നമ്മോട് സംസാരിച്ചുകൊണ്ടിരുന്നു. ആരാധനാപുരുഷൻ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവുമാണ്. ഈ ലോകത്തിലെ വ്യതിയാനമായത് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ദൈവം എന്താണ്, കർത്താവ് എന്താണ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, അതൊരു കാര്യമായി ഈ സത്യാസമയത്തിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവ് പ്രാർത്ഥന ശിഷ്യന്മാരെ പഠിപ്പിച്ചു. ഏത് സത്യാസമയം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകേണ്ടതിന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം.